7000-ൽ താഴേക്ക് വന്നിരിക്കുകയാണ്. 10 റൗണ്ട് കഴിഞ്ഞപ്പോൾ 6585 UDFന്റെ ഇപ്പോഴത്തെ ലീഡ്. 10 റൗണ്ട് കഴിഞ്ഞപ്പോൾ 500 വോട്ടുകൾ വീണ്ടും താഴേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇനി അങ്ങോട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നത് നിലമ്പൂർ നഗരസഭയിലേക്കാണ്, അമരമ്പലത്തിലേക്കും കരുളായിലേക്കുമാണ്. അപ്പോൾ വീണ്ടും ഒരു ഫൈറ്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് സംശയം. അസ്ലം, വീണ്ടും ലീഡ് കുറയാണ്, 6585 വീണു എന്ന് വെച്ചാൽ ഒരു പോരാട്ടത്തിന്റെ ഒരു സന്ദർഭം വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണോ? പോരാട്ടത്തിന്റെ സന്ദർഭത്തിലേക്ക് പോകേണ്ടി വരും. കാരണം റൗണ്ട് 11ഉം 12ഉം നിർണായകമാണ്. 11 പൂർണ്ണമായും ചുങ്കത്തറയാണ്, 12ന്റെ പകുതി ചുങ്കത്തറയാണ്. ഈ രണ്ട് റൗണ്ട്, ഒന്നര റൗണ്ടിൽ കൂടി ശരിക്കും UDFന് പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി വിധി നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ PV അൻവർ എഫക്ട് കുറവായിരുന്നു. അതേസമയം തന്നെ UDF LDF തമ്മിലുള്ള ശക്തമായ പോരാട്ടമായിരുന്നു. രണ്ടുപേർക്കും ശക്തമായ അടിത്തറയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നത് 11ാമത്തെ റൗണ്ടിന്റെയും 12 റൗണ്ടിന്റെ പകുതിയുടെയും ഒരു റിസൾട്ട് അതാണ് ചുങ്കത്തറയുടെ. ചുങ്കത്തറ സ്വരാജ് നേരത്തെ കയറിയതുപോലെ ലീഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരം മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പിന്നെ നിലമ്പൂർ ആ ഒരു ട്രെൻഡിലേക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയോട് എത്തിയാൽ ബുദ്ധിമുട്ടാകും. ഏതായാലും ചുങ്കത്തറ കഴിയുന്നതുവരെ ശരിക്കും UDF സേഫ് ആണോ എന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അൻഷാദ്, ശരി. 10ാം റൗണ്ടിൽ ലീഡ് നോക്കാൻ ഷൗക്കത്ത് 4321 വോട്ടും സ്വരാജ് 3367 വോട്ടും ആര്യാടന് 954 വോട്ടിൽ ലീഡ്. അവിടെ ടോട്ടൽ ലീഡ് 6705 വീണ്ടും ലീഡ് ഉയർന്നിരിക്കുന്നു. 6705 ലീഡ് വരികയാണ്. അപ്പോൾ 10ാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ലീഡ്, 6705 വോട്ടിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ട്. 10ാം റൗണ്ടിൽ LDFനല്ല ലീഡ്, 10ാം റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്തിന് ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ പ്രതീക്ഷ വേണ്ട. സ്വരാജിനെ സംബന്ധിച്ച് പ്രതീക്ഷയൊന്നും അവശേഷിക്കുന്നില്ല എന്ന് തന്നെ കാണണം. 140 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. 10 റൗണ്ടുകളുടെ പിന്നിടുമ്പോൾ സ്വരാജ് 6705 വോട്ടിന് പിന്നിലാണ്. അദ്ദേഹത്തിന് ലീഡെടുക്കാൻ കഴിയുമായിരുന്ന പല ഘട്ടങ്ങളിലും ലീഡെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ സ്വരാജിന് ഇപ്പോൾ വേണ്ടത്ര സാധ്യതകൾ അവശേഷിക്കുന്നില്ല എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്നാണ് ഈ സന്ദർഭത്തിൽ തോന്നുന്നത്. 6705 വോട്ട് 10ാം റൗണ്ടിൽ വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട്, നല്ല വ്യക്തമായ ലീഡ് നേടിയിട്ടുണ്ട്. കാരണം 954 വോട്ടിന്റെ ലീഡ് ചുങ്കത്തറയിൽ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ലീഡല്ല നിഷാദ്. കാരണം ചുങ്കത്തറ LDFന് മേൽക്കൈയുള്ള സ്ഥലമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ LDFന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ 954 വോട്ടിന്റെ ലീഡ് 10ാം റൗണ്ടിൽ ചുങ്കത്തറയിലെ പൂർണ്ണമായി എണ്ണിക്കഴിയുമ്പോൾ 10ാം റൗണ്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ ലീഡല്ല. 6705 എന്ന വളരെ ശക്തമായ പൊസിഷനിലേക്ക് തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചുങ്കത്തറയിലെ പ്രകടനം നിലമ്പൂരിലും കരുളായിലും അമരമ്പലത്തും കാഴ്ചവെക്കാൻ ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞാൽ അല്പം മുമ്പ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ 10000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് തീർച്ചയായിട്ടും പോകാൻ കഴിയും. ശരി അസ്ലം, 954 വോട്ടിൽ ലീഡാണ് പുതിയത്. ഒരു പരിക്കുമില്ല ചുങ്കത്തറയിൽ നിന്ന് കാണാമോ? അങ്ങനെയാണെങ്കിൽ അത് 10ലേക്ക് പോവാണോ ഭൂരിപക്ഷം? നമ്മൾ നേരത്തെ കണക്കുകളിൽ 10 റൗണ്ട് കറക്റ്റ് പോകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 984 ലീഡ്, അതായത് 1000 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ മൊത്തം പ്രതീക്ഷിച്ചത്. 10ാം റൗണ്ടിൽ തന്നെ 954 ലഭിക്കുന്ന അർത്ഥം ചുങ്കത്തറയിൽ UDF ഗെയിൻ ചെയ്യുന്നതാണ്. ഇനി 11ാമത്തെ റൗണ്ട് കൊണ്ട് 12ന്റെ പകുതിയോട് കൂട്ടുമ്പോൾ ഒരുപക്ഷെ UDF പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ചുങ്കത്തറയിൽ നിന്ന് വരുന്നുവെങ്കിൽ BJP RFൽ ക്രിസ്ത്യൻ വോട്ടുകൾ ചോർത്തിയിട്ടില്ല, PV അൻവറിന് അവിടെ എഫക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. നേരത്തെ പറഞ്ഞതല്ല കറക്റ്റ്. ഇപ്പോൾ ആര്യാടൻ ചുങ്കത്തറ പഞ്ചായത്തിന്റെ എണ്ണുന്ന 10ാമത്തെ റൗണ്ടിൽ 980,000 വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ UDFന് പ്രതീക്ഷ ഇതിലും കവിഞ്ഞ ഒരു ഭൂരിപക്ഷം ഇത് നൽകുന്നു. അത് ആര്യാടൻ നൽകുന്നു, ക്ഷമിക്കണം, ഈ ചുങ്കത്തറ പഞ്ചായത്ത് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നമുക്കുള്ളത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് മുമ്പേ തന്നെ ഒരു കംഫർട്ടബിളായ പോരാട്ടത്തിന് പറ്റുന്ന ഒരു നിലയിലേക്ക് പിന്നെ UDF ടീം എത്തുന്നു എന്നാണ് നമ്മൾ കരുതേണ്ടത്. യെസ്, എന്തായാലും ചുങ്കത്തറയിലും വളരെ ശക്തമായ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ്. കാരണം ചുങ്കത്തറയിൽ ഇത്രയും മികച്ചൊരു പ്രകടനം ഏതായാലും ഈ റൗണ്ടിൽ പ്രതീക്ഷിച്ചതല്ല, UDF പോലും പ്രതീക്ഷിച്ചതല്ല എന്നിരിക്കുകയാണ് ഇപ്പോൾ 10ാം റൗണ്ടിൽ 954 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിട്ടുള്ളത്.